ഇത് രാവിലെയാണ്. ആ ഗ്രാമത്തിന്റെ അവസ്ഥ വറ്റി വരണ്ട് വളരെ മോശമായിരുന്നു. തലവൻ മരത്തിനടിയിൽ വിഷമത്തോടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് രാജേഷ് വന്ന് തലവനോട് എന്തു പറഞ്ഞെന്നാൽ, എന്താ തലവരെ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്? എന്താ കാര്യം? രാജേഷ്, നിനക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ ഹിമ്മത്പൂർ ഗ്രാമം 5 കൊല്ലമായിട്ട് മഴയില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൃഷി സ്ഥലമൊക്കെ കാഞ്ഞുപോയി, നമ്മുടെ സ്ഥലമൊക്കെ നാശമായി പോയിരിക്കുകയാണ്. അതെ അതെ, ഇതൊക്കെ എനിക്കും അറിയാം. പക്ഷെ ഇതൊക്കെ ഓർത്ത് എന്തിനാ വിഷമിക്കുന്നത്? ജമീന്ദാർ ഈ അവസ്ഥയെ ഉപയോഗിക്കുകയാണ്. അദ്ദേഹം ഗ്രാമത്തിന് ജനങ്ങൾക്ക് കടം കൊടുത്തിട്ട് സഹായിക്കണ പോലെ അഭിനയിക്കുകയാണ്. പിന്നെ അതിനുശേഷം ആവശ്യമില്ലാത്ത പൈസയും പറഞ്ഞ് അവന്റെ സ്ഥലത്തിനെ പിടിച്ചു മേടിക്കുകയാണ്. ഇപ്പൊ വരെ കുറെ പേരുടെ സ്ഥലത്തിനെ അദ്ദേഹം പിടിച്ചു മേടിച്ചിരിക്കുകയാണ്. ഇത് വലിയ തെറ്റാണല്ലോ. ഇത് മോശക്കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷെ എന്താ ചെയ്യാ, ഗ്രാമത്തെ ജനങ്ങൾ പേടിക്കുകയാണ്. ജമീന്ദാര് വളരെ ശക്തിയുള്ള ആളാണ്. തലവരെ, നിങ്ങൾ ജനങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തി നമുക്ക് അവരോട് സംസാരിക്കാം. നമുക്ക് എല്ലാവരും ചേർന്ന് ഇതിനൊരു വഴി കണ്ടെത്തണം. പിന്നെ ജമീന്റെ അടുത്ത് സംസാരിക്കണം. പക്ഷെ രാജേഷ്, ഇത് എളുപ്പമായ കാര്യമൊന്നുമല്ല. എക്കാര്യം എളുപ്പമല്ല തലവരെ, പക്ഷെ ശ്രമിക്കുന്നത് നമ്മുടെ കടമയാണ്. നാളെ കാണാം. രാജേഷ് തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാജേഷ് വീട്ടിൽ ചെന്നെത്തി. വിന്ധ്യ, ഞാൻ നിന്നോടും കുട്ടീന്റെ അടുത്തും ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ചേട്ടാ, എന്താ കാര്യം? കമലും സുലേഖയും അവിടേക്ക് വന്നു. ഞാൻ ഇന്ന് തലവരനെ കണ്ടു. ഗ്രാമത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. 5 കൊല്ലമായിട്ടും മഴയൊന്നുമില്ല. അതുമാത്രമല്ല, ജമീന്ദാര് നമ്മുടെ ഗ്രാമത്തിൽ പ്രശ്നമൊക്കെയാണ്. അദ്ദേഹം പൈസ കൊടുത്ത് സ്ഥലം മേടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ ആലോചിക്കുകയാണ്? ഞാൻ ജനങ്ങളെല്ലാം ഒന്നിക്കാൻ പോവാണ്. ജമീന്ദാർക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കണം. ഇങ്ങനെ അന്യായം ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ പോവാണ്. നിങ്ങൾക്കറിയാമല്ലോ ആ ജമീന്ദാർ എത്ര ആപത്തായവനാണെന്ന്. അദ്ദേഹത്തോട് പിണങ്ങുന്നത് നല്ലതിനല്ല. അച്ഛാ, അമ്മ പറഞ്ഞത് ശരിയാണ്. ജമീന്ദാരുടെ ആൾക്കാര് വളരെ മോശമാണ്. അവര് എന്ത് വേണമെങ്കിലും ചെയ്യാം. കമൽ, പേടിക്കണ കൊണ്ട് ഒന്നും സംഭവിക്കില്ല. നമ്മൾ ചെയ്യണത് ശരിയെന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ കടമയെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. കണ്ണിന് മുമ്പിൽ അന്യായം നടക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കേണ്ടതാണ് വലിയ തെറ്റ്. ആ ജമീന്ദാരുണ്ടല്ലോ, അദ്ദേഹം മോശക്കാരനാവാം. പക്ഷെ നമ്മൾ ധൈര്യത്തോടെ ഇരിക്കണം. അച്ഛാ, ഒരുപക്ഷെ ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ച് നിങ്ങളുടെ കൂട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? അപ്പോഴും ഞാൻ പോരാട്ടം ചെയ്യും. ഓർമ്മയിലിരിക്കട്ടെ, മനസ്സിൽ സത്യവും ധൈര്യവും ഉണ്ടെങ്കിലേ ഏത് ശക്തി വിചാരിച്ചാലും നമ്മളെ തടയാൻ സാധിക്കില്ല. വിന്ധ്യ ശാന്തയായി. പക്ഷെ അവളുടെ മുഖത്ത് പേടി നന്നായി കാണാമായിരുന്നു. കമലും സുലേഖയും അവരുടെ അച്ഛന്റെ ആത്മവിശ്വാസം കണ്ട് ചിന്തിക്കാൻ തുടങ്ങി. നാളെ ഗ്രാമത്തിലെല്ലാം പുതിയതായി തുടങ്ങാൻ പോവാണ്. ഇനി അന്യായം കൊണ്ട് സമാധാനിക്കാൻ പറ്റില്ല. രാജേഷ് വളരെ ഗംഭീരത്തോടെ തന്റെ മുറിയിലേക്ക് ചെന്നു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഒന്നിച്ചു നിൽക്കുകയായിരുന്നു. രാജേഷ് അവരുടെ നടുകിൽ നിന്നു. തലവൻ അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുകയായിരുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾ ഒരുപാട് കഷ്ടം അനുഭവിക്കേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. മഴ പെയ്യുന്നില്ല, കൃഷിയൊക്കെ കാഞ്ഞുപോയി. പക്ഷെ ആ കാര്യം കൊണ്ട് മാത്രം നമ്മൾ ജമീന്ദാരിന് തരുന്ന ഒരു ആവശ്യമില്ല. കൃഷിയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ പൂർവികളുടെ അധ്വാനം. അതിനെ സുരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്. രാജേഷ്, ജമീന്റെ അടുത്ത് ഏറ്റുമുട്ടുന്നത് എളുപ്പം കാര്യമൊന്നുമല്ല. അദ്ദേഹം വളരെ ശക്തിയുള്ളവനാണ്. ശക്തി ദേഹത്ത് മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ ശ്രമം പിന്നെ നമ്മുടെ വിശ്വാസമാണ് ശരിക്കത്തെ ശക്തി. മനസ്സിലായോ? ഒരുപക്ഷെ നമ്മൾ ഒന്നിച്ചാൽ നമ്മളെ ഒരാളും തോൽപ്പിക്കാൻ കഴിയില്ല. രാജേഷ് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ അധികാരത്തിന് നമ്മുടെ വയലിനെ തിരിച്ചു പറ്റാൻ നമ്മൾ എല്ലാവരും ഒന്നു ചേർന്നേ പറ്റൂ. ഒരുപക്ഷെ അവൻ നമ്മളെ വീഴ്ത്തിയാലോ? നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് അവനെ നശിപ്പിക്കണം. പേടിച്ച് ജീവിക്കുന്നതിനെക്കാട്ടിലും മരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ധൈര്യത്തോടെ ഇരിക്കൂ. നമ്മളെല്ലാവരും ഒന്നു ചേർന്നാൽ വിജയം നമുക്കാണ്. ഗ്രാമത്തിലെ ജനങ്ങൾ പതുക്കെ പതുക്കെ അതിന് സമ്മതിച്ചു. ചിലർ രാജേഷിന്റെ ധൈര്യം കണ്ട് അതിശയിച്ച് അദ്ദേഹത്തിന് കൂട്ടുവരാമെന്ന് പറഞ്ഞു. ജമീന്ദാറിന്റെ കൂട്ടുകാരൻ അനോജ് വളരെ വേഗത്തിൽ ജമീന്ദാറിനെ കാണാനായി ഓടി. ഗ്രാമത്തില് ആ രാജേഷ് എല്ലാവരും കൂട്ടി നിങ്ങൾക്കെതിരായി പോരാട്ടം ചെയ്യാണ്. എന്താ പറഞ്ഞ്? ആ സാധാരണ ടീച്ചർ അവൻ വിചാരിച്ചാൽ എന്നെ എന്താ ചെയ്യാൻ കഴിയാ? നിങ്ങൾ അവനെ സാധാരണയായിട്ട് എടുക്കരുത്. രാജേഷും അവന്റെ കുടുംബവും ഈ ഗ്രാമത്തിൽ വെച്ച് നന്നായിട്ട് പഠിച്ച ആൾക്കാരാണ്. അവൻ കൃഷി ചെയ്യുന്നവൻ മാത്രമല്ല, സർക്കാർ സ്കൂളിൽ അവൻ ഒരു ടീച്ചറാണ്. സർക്കാർ സ്കൂളോ? എന്ത് തന്നെ പറഞ്ഞാലും അവിടെ 2-3 കുട്ടികളല്ലേ പോകുന്നത്. രാജേഷ് ഗ്രാമത്തിലെ ജനങ്ങളെ ഒന്നാക്കാണ്. ഒരുപക്ഷെ എല്ലാവരും ഒന്നായാൽ അത് നിങ്ങൾക്കാണ് പ്രശ്നം. ഇതിനെ നിങ്ങൾ സാധാരണമായിട്ട് എടുക്കരുത്. ജമീന്ദാർ അല്പം സീരിയസ് ആയി. അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. നിനക്ക് ഓർമ്മയുണ്ടാലോചേ, പല കാലം മുമ്പ് രാജേഷിന്റെ അച്ഛൻ എന്റെ അടുത്ത് കടൻ മേടിച്ചതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പേപ്പറിൽ കൈയെഴുത്ത് മേടിച്ചിരുന്നു. അതെ, ശരിയാണ്. പക്ഷെ രാജേഷ് കടലിൽ അടച്ചല്ലോ. അതെ, പക്ഷെ അവന് ഒരു കാര്യം അറിയില്ല.
ആ പേപ്പർ ഇപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ പേപ്പർ ഉപയോഗിച്ച് അവന്റെ സ്ഥലത്തിനെയും വീടിനെയും എന്റെ പേരിലേക്ക് മാറ്റിക്കളയും. നേരം വെളുത്തതും ജമീന്ദാർ തന്റെ ആളുകളെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് എത്തി. രാജേഷ്, പുറത്തു വാ. നിന്റെ ധൈര്യത്തിന് ഇന്ന് തന്നെ ശരിയാക്കാം. രാജേഷ് പുറത്തു വന്നു. പിന്നെ പിന്തിയയും കുട്ടികളും പേടിച്ചുകൊണ്ട് പുറത്തു വന്നു. ഇതെന്ത് കളിയാണ്? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ നോക്ക് രാജേഷേ, നിന്റെ അച്ഛൻ ഈ പത്രത്തിൽ കൈയെഴുത്തിട്ടിരിക്കുകയാണ്. ഈ പത്രം എഴുതിയിരിക്കണെന്ന് വെച്ച് നോക്കുമ്പോൾ ഈ വീട് സ്ഥലവും എനിക്കാണ് സ്വന്തം. അല്ല, ഇത് കള്ളമാണ്. എന്റെ അച്ഛന്റെ കടമെല്ലാം ഞാൻ തീർത്തതാണ്. ഇരിക്കാം. പക്ഷെ നിന്റെ അച്ഛൻ വെള്ള പേപ്പറിൽ കഴുത്തിട്ട് എനിക്ക് തന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചട്ടപ്പടി ഈ പേപ്പറാണ് എന്റെ വിജയത്തിന്റെ ആധാരം. ഇത് വലിയ തെറ്റാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അന്യായമോ? ചട്ടം എന്റെ കയ്യിലാണ് ഉള്ളത്. നിങ്ങൾ എല്ലാവരും ഈ ഗ്രാമത്തിനെ വിട്ട് പുറത്തു പോകൂ, അല്ലെങ്കിൽ ഈ അവസ്ഥ മോശമാവും. ജമീന്ദാറും അദ്ദേഹത്തിന്റെ ആളുകളും രാജേഷിനെയും പിന്തിയെയും കുട്ടികളെയും വീട്ടിൽ നിന്നും പുറത്താക്കി. സുലേഖയും കമലും ഇത് കണ്ട് കരയാൻ തുടങ്ങി. അവൻ നമ്മുടെ വീട് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ എന്റെ ധൈര്യത്തിനും വിശ്വാസത്തിനും എന്റെ അടുത്തുനിന്ന് പിടിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഈ അന്യായത്തിന് ഞാൻ പക വീട്ടും. തീർച്ചയായിട്ടും. രാജേഷ്, ബിന്ദിയ, കമൽ പിന്നെ സുരേഖ കാട്ടുവഴിയിൽ കൂടി നഗരത്തിലേക്ക് പോകുന്ന പാതയിൽ നടന്നു പോയിക്കൊണ്ടിരുന്നു. ബിന്ദിയ പെട്ടെന്ന് മയങ്ങി താഴേക്ക് വീണു. അമ്മേ, നിങ്ങൾക്ക് എന്തു പറ്റി? വിന്ധ്യ, കണ്ണു തുറന്ന് നോക്ക് വിന്ധ്യ. വിന്ധ്യ. പക്ഷേ ബിന്ദിയയ്ക്ക് ഒരു അനക്കവും ഇല്ലായിരുന്നു. രാജേഷിന് മനസ്സിലായി ബിന്ദിയ അവരെ വിട്ട് പോയെന്ന്. അദ്ദേഹം നന്നായി കരയാൻ തുടങ്ങി. ദൈവമേ, ഞാൻ ധൈര്യത്തോടെ ഇരുന്നതിന് എന്റെ ഭാര്യയ്ക്കാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്കിത് സമ്മതിക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹവും മരിച്ചുപോയി. ചേട്ടാ, അമ്മയും അച്ഛനും നമ്മളെ വിട്ടു പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇനി നമ്മൾക്ക് രക്ഷപ്പെടാൻ നമ്മൾക്ക് ഒന്നുമില്ലല്ലോ. കമൽ തന്റെ അച്ഛനും അമ്മയും അവസാനത്തെ ചടങ്ങ് ആ കാട്ടിൽ തന്നെ ചെയ്തു. രണ്ടുപേരും വിശപ്പോടെ ആ കാട്ടിൽ ചുറ്റി വന്നു. എല്ലാ വശത്തും വരണ്ട ഭൂമിയായിരുന്നു. സുലേഖ, ഇപ്പൊ നമ്മുടെ അടുത്ത് ഒന്നുമില്ലല്ലോ. നമ്മുടെ വീട്, നമ്മുടെ വയല്, ഇപ്പൊ അമ്മയും അച്ഛനും പോയി കളഞ്ഞു. ഇപ്പൊ നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് ആരും ഇല്ലല്ലോ. നമ്മൾ രണ്ടുപേരും നഗരത്തിലേക്ക് തന്നെ ചെല്ലാം. തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് നമ്മൾക്ക് ഒരിക്കലും വരാനേ പാടില്ല. സുലേഖ അവനോട് എന്തോ ഉത്തരം പറയാൻ വന്നു. അപ്പോഴാണ് കമൽ എന്തോ കണ്ടത്. സുലേഖ, അവിടെ നോക്ക്, ആ കല്ല് അത് ഡാൻസ് കളിക്കണ പോലെ ഉണ്ട്. സുലേഖയും ആശ്ചര്യത്തോടെ നോക്കി. പെട്ടെന്ന് ഒരു കല്ല് കാറ്റത്ത് പറന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. എല്ലാ വശത്തും ഉണങ്ങിയ മരങ്ങൾ, പിന്നെ വരണ്ട ആ കാട്ടിൽ. ഈ കാഴ്ച വിചിത്രമായിരുന്നു. ചേട്ടാ, ഈ വരണ്ട ഭൂമിയിൽ ഒരു വിശ്വാസവും ഇല്ലാത്തപ്പോൾ ഈ കല്ലെങ്ങനെയാ നൃത്തം ചെയ്യുന്നേ? ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. അപ്പോൾ ഒരു സ്വാമിജി പ്രത്യക്ഷപ്പെട്ടു. നീ കല്ലിന്റെ അടുത്തുനിന്ന് ഒരു കാര്യം നീ പഠിക്കണം. ഇവിടെ നോക്കൂ, ഈ കല്ല് കടന്ന 5 കൊല്ലമായിട്ട് സൂക്കേട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ കല്ല് ജനങ്ങളുടെ കഷ്ടപ്പാടും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ആത്മാവില് ഒരു വലിയ ആഗ്രഹം അടങ്ങിയിട്ടുണ്ട്. ഇത് കാരണമാണ് ഇത് നടനം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാ സ്വാമി? ഞങ്ങളുടെ അടുത്ത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഇത് തന്നെയാ എഴുതിയിരിക്കണെന്നാ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പോരാട്ടം ചെയ്യണതാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ മേലെ ഒരുപാട് വിശ്വാസം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കല്ലിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് ഒരു കല്ലായിട്ട് ഇരിക്കുമ്പോൾ തന്നെ വിശ്വാസം വിടാതിരുന്നിരുന്നാൽ നിങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാ വിടരുത്? പറഞ്ഞേ. കമലും സുലേഖയും സ്വാമിജി പറഞ്ഞത് കേട്ട് ചിന്തിക്കാൻ തുടങ്ങി. ചേട്ടാ, സ്വാമിജി പറഞ്ഞത് നേരാണ്. നമ്മൾ തോൽവി സമ്മതിക്കാൻ പാടില്ല. നമ്മളുടെ അച്ഛനെയും അമ്മയും കൊന്നതിന് അവരോട് നമ്മൾ പ്രതികാരം ചെയ്യണം. ഗ്രാമത്തിലെ ജനങ്ങളുടെ അവകാശം തിരികെ വാങ്ങിക്കൊടുക്കണം. അതെ സുലേഖ, ഞാൻ പോരാടും. ജമീന്റെ അടുത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടെടുക്കും. ഇതെന്റെ വാക്കാണ്. സ്വാമിജി ചിരിച്ചു. പിന്നെ അവിടെ നിന്നും മാഞ്ഞുപോയി. കമലും സുലേഖയും വീണ്ടും അവരുടെ ഗ്രാമത്തിലേക്ക് വന്നു. കമലും സുലേഖയും ഗ്രാമത്തിന് നടുക്ക് ചെന്ന് നിന്നു. അവിടെ അടുത്തുണ്ടായിരുന്ന ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ വന്നു. കമൽ ധൈര്യത്തോടെ എന്തു പറഞ്ഞെന്നാൽ, ഗ്രാമത്തിന്റെ സഹോദര സഹോദരികളെ, ഇപ്പൊ പേടിക്കേണ്ട സമയമൊന്നുമല്ല. ജമീന്ദാർ നിങ്ങളുടെ അടുത്ത് നിന്ന് സ്ഥലത്തിനെയെല്ലാം നിങ്ങളുടെ മര്യാദനെയോ അഭിമാനത്തിനെയും പറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് എന്റെ പോരാട്ടം മാത്രമൊന്നുമല്ല, ഇത് നമ്മുടെ എല്ലാവരുടെ പോരാട്ടമാണ്. നമ്മൾ എല്ലാരും ഒന്നിക്കണം. ഗ്രാമത്തിലെ ജനങ്ങൾ പതുക്കെ പതുക്കെ ഇതിനെ സമ്മതിക്കാൻ തുടങ്ങി. അതെ, നിങ്ങൾ പറഞ്ഞത്
വളരെ ശരിയാണ്. ഒരുപക്ഷെ നമ്മൾ ഒന്നു ചേർന്ന് പോരാട്ടം ചെയ്തില്ലെങ്കിലേ നമുക്ക് അടുത്ത് വരുന്ന പേരക്കുട്ടികളും കഷ്ടപ്പെടും. ഞാൻ നിങ്ങളൊപ്പം നിക്കാം. കമൽ, സുലേഖ പിന്നെ എല്ലാരും ജമീന്ദാറിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. പുറത്ത് അനുജും ജമീന്ദാറിന്റെ കൂലിക്കാരനും നിൽപ്പുണ്ടായിരുന്നു. അവരെ തടയാനായി അവർ ശ്രമിച്ചു. നിക്കോ, ആരെങ്കിലും അകത്ത് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവസ്ഥ മോശമായി പോവും. അനുജേ, ഗ്രാമത്തിലെല്ലാവരും തെളിഞ്ഞിരിക്കുകയാണെന്ന്. ഇനി നിന്നെ കണ്ട് ഒരാളും പേടിക്കില്ല. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും അനുജിനെ പുറകിലോട്ട് തള്ളിവിട്ടു. എന്നിട്ട് കൊട്ടാരത്തിലേക്ക് കയറി. ജമീന്ദാർ ഗ്രാമത്തിലെ ജനങ്ങളെ കണ്ട് ഞെട്ടിപ്പോയി. എല്ലാവരും എന്താ ചെയ്യുന്നത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതെ, ഞങ്ങൾക്കറിയാം. നീയല്ലേ എന്റെ അച്ഛനെയും അമ്മയെയും കൊന്നവൻ. ഞങ്ങളുടെ പാടവും വീടും പറിച്ചെടുത്തു. പക്ഷെ ഇപ്പോൾ നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ജമീന്ദാറിനെ ചുറ്റി വളഞ്ഞു. ജമീന്ദാർ നൽകിയ പത്രം കമൽ ഗ്രാമത്തിലെ ജനങ്ങളെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, അതായത് ഈ പത്രം കോർട്ടിൽ ജമീന്ദാറിനെതിരായി തെളിവായി നൽകാമെന്ന് പറഞ്ഞു. ജമീന്ദാർ ആകെ പേടിച്ചു പോയി. ഞാൻ അത്യാഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ഞങ്ങളെ വെറുതെ വിടില്ല. നീ ചെയ്ത തെറ്റിന് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടിയേ പറ്റൂ. ഗ്രാമത്തിലെ ജനങ്ങൾ ആ ജമീന്ദാറിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ജമീന്ദാറിന്റെ കൊട്ടാരം, പാടം എല്ലാം ജനങ്ങൾക്ക് നൽകി. അടുത്ത ദിവസം കമൽ തന്റെ വീട്ടിൽ തന്റെ അനിയത്തിയോട് പറഞ്ഞു, നമ്മള് ആ കല്ലിന്റെ അടുത്തുനിന്ന് പഠിച്ചത് നമ്മുടെ മുഴുവൻ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മളെ ഒരാളും തോൽപ്പിക്കാൻ കഴിയില്ല. വരണ്ടുപോയ കൃഷിക്കാലം തൊട്ട് ആ കല്ല് നടന്നാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ തോൽവിനെ സമ്മതിച്ചു കൊടുത്തില്ല. ഇന്ന് നമ്മുടെ അച്ഛനമ്മേന്റെ പേര് രക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥലവും വീടും നമ്മൾ തിരിച്ചു മേടിച്ചു. നമുക്കൊരു കാര്യം ഓർക്കണം, എത്ര കഷ്ടപ്പെട്ടാലും ശരി ആ കല്ലിനെ പോലെ നമ്മൾ ധൈര്യത്തോടെ ഇരിക്കണം. ധൈര്യം വിടാൻ പാടില്ല. തന്റെ ഏട്ടൻ പറയുന്നത് കേട്ടിട്ട് സുലൈഖയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. കാരണം കമൽ പറഞ്ഞത് നേരാണ്.